ഇന്ത്യൻ ക്രിക്കറ്റിനെ പിടിച്ചുലച്ച UK പര്യടനത്തിലെ നാണം കെട്ട തകർച്ചയ്ക്ക് പിന്നിൽ കേവലം കളിക്കാരുടെ ഫോമില്ലായ്മ മാത്രമല്ല, ഡ്രസ്സിംഗ് റൂമിന്റെ നിയന്ത്രണം പോലും കൈക്കലാക്കാൻ ശ്രമിച്ച വമ്പിൻ ബാഹ്യ ഇടപെടലുകളാണെന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇംഗ്ലണ്ടിനെതിരായ 5 മത്സരങ്ങളുടെ T20 പരമ്പരയിൽ ഇന്ത്യ 0-4 നാണം കെട്ട് തൂത്തുവാരപ്പെട്ടപ്പോൾ ക്രിക്കറ്റ് ലോകം മുഴുവൻ ചോദിച്ച ഒരൊറ്റ ചോദ്യമേ ഉണ്ടായിരുന്നുള്ളൂ: എന്തുകൊണ്ട് ലോകകപ്പിലെ ഹീറോയായ സഞ്ജു സാംസണെ തുടർച്ചയായി പുറത്തിരുത്തി? ഇപ്പോൾ പ്രമുഖ ദേശീയ മാധ്യമമായ ദൈനിക് ജാഗരൺ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം കോച്ച് ഗൗതം ഗംഭീറും ചീഫ് സെലക്ടർ അജിത് അഗാർക്കറും ചേർന്നൊരുക്കിയ മാസ്റ്റർ പ്ലാൻ പൂർണ്ണമായും അട്ടിമറിക്കപ്പെടുകയായിരുന്നു. സഞ്ജുവിനെ ടീമിൽ നിന്ന് വെട്ടാൻ പരോക്ഷമായ ബാഹ്യസമ്മർദ്ദം ചെലുത്തിയ ആ അദൃശ്യ ശക്തി മുൻ ഇന്ത്യൻ സ്പിന്നറും സെലക്ഷൻ കമ്മിറ്റിയിൽ വലിയ സ്വാധീനവുമുള്ള പ്രാഗ്യൻ ഓജോ ആണെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തുവന്നതോടെ സോഷ്യൽ മീഡിയയിൽ ആരാധകരുടെ പ്രതിഷേധം ഇരമ്പുകയാണ്. UK പര്യടനത്തിനുള്ള ഇന്ത്യൻ T20 ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീറിന് സഞ്ജു സാംസണെ കുറിച്ച് കൃത്യമായൊരു ദീർഘകാല പ്ലാൻ ഉണ്ടായിരുന്നു. അയർലൻഡുമായുള്ള 2 T20 മത്സരങ്ങളും ഇംഗ്ലണ്ടുമായുള്ള 5 T20 മത്സരങ്ങളും ഉൾപ്പെടെ ആകെ 7 മത്സരങ്ങളാണ് UK ടൂറിൽ ഇന്ത്യക്കുണ്ടായിരുന്നത്. ഇതിൽ ആദ്യത്തെ 6 മത്സരങ്ങളിലും സഞ്ജു സാംസണെ ഇന്ത്യയുടെ സ്ഥിരമായ ഓപ്പണറായി കളിപ്പിക്കാനായിരുന്നു ടീം മാനേജ്മെന്റിന്റെ അന്തിമ തീരുമാനം. വിദേശ പിച്ചുകളിൽ സഞ്ജുവിന്റെ അഗ്രസീവ് ബാറ്റിംഗ് ശൈലി ഇന്ത്യക്ക് വലിയ മുൻതൂക്കം നൽകുമെന്ന് ഗംഭീറും അജിത് അഗാർക്കറും വിശ്വസിച്ചിരുന്നു. ആദ്യത്തെ 6 മത്സരങ്ങളിലും സഞ്ജു പൂർണ്ണമായി പരാജയപ്പെടുകയാണെങ്കിൽ മാത്രം അപ്രസക്തമായ അവസാന മത്സരത്തിൽ പുതുമുഖവും 15 വയസ്സുകാരനുമായ വണ്ടർ കിഡ് വൈഭവ് സൂര്യവംശിയെ പരീക്ഷിക്കാമെന്നതായിരുന്നു ഇരുവരും തമ്മിൽ ഒപ്പിട്ട ധാരണ. എന്നാൽ ഈ പ്ലാനുകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് പരമ്പരയിലെ ആദ്യ 3 മത്സരങ്ങൾക്കു ശേഷം സഞ്ജുവിനെ പ്ലേയിങ് 11-ൽ നിന്ന് ദയനീയമായി പുറത്താക്കിയത്. പകരം വണ്ടർ കിഡ് 11-ലേക്ക് വരികയും ചെയ്തു. ഇതിനു പിന്നിൽ ക്രിക്കറ്റ് ബോർഡിന്റെ തലപ്പത്തു നിന്നുള്ള കടുത്ത പരോക്ഷ സമ്മർദ്ദമാണെന്ന് ദൈനിക് ജാഗരൺ റിപ്പോർട്ട് ചെയ്യുന്നത്. UK പര്യടനത്തിലെ ആദ്യത്തെ 3 ഇന്നിംഗ്സുകളിൽ സഞ്ജു സാംസൺ വലിയ സ്കോറുകൾ കണ്ടെത്താനാകാതെ പരാജയപ്പെട്ടുവെന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അയർലൻഡിനെതിരെ 5-0 എന്നിങ്ങനെയും ഇംഗ്ലണ്ടിനെതിരായ ആദ്യ T20-യിൽ 1 റൺസിനും സഞ്ജു പുറത്തായി. എന്നാൽ വെറും 3 ഇന്നിംഗ്സുകളുടെ പേരിൽ മാത്രം അളക്കേണ്ട കളിക്കാരനല്ല സഞ്ജുവെന്നും കഴിഞ്ഞ T20 ലോകകപ്പിലെ കിരീട വിജയിൽ നിർണായക പങ്കുവഹിച്ച അദ്ദേഹത്തിന് ഫോം വീണ്ടെടുക്കാൻ കൂടുതൽ അവസരങ്ങൾ നൽകണമെന്നുമായിരുന്നു ഗംഭീറിന്റെ നിലപാട്. മാനേജ്മെന്റ് സഞ്ജുവിനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചെങ്കിലും ഇംഗ്ലണ്ടുമായുള്ള 2ാം T20-ക്ക് തൊട്ടുമുമ്പ് കാര്യങ്ങൾ മാറിമറിഞ്ഞു. പരോക്ഷമായ ബാഹ്യ ഇടപെടലുകളെ തുടർന്ന് സഞ്ജുവിനെ പുറത്തിരുത്തി വൈഭവ് സൂര്യവംശിയുടെ അരങ്ങേറ്റത്തിന് ഇന്ത്യ നിർബന്ധിതരായി. വലിയ ഹൈപ്പോടെ ടീമിലെത്തിയ 15-കാരൻ വൈഭവിന് പക്ഷേ IPL-ലെ ആ പഴയ ഓളം രാജ്യാന്തര തലത്തിൽ ആവർത്തിക്കാൻ സാധിച്ചില്ല. കളിച്ച മത്സരങ്ങളിൽ 14, 13, 15 എന്നിങ്ങനെ തീർത്തും നിരാശാജനകമായ സ്കോറുകൾക്കാണ് താരം പുറത്തായത്. യുവതാരത്തിന്റെ പരീക്ഷണം പൂർണ്ണമായി പരാജയപ്പെട്ടതോടെ പരമ്പരയിലെ 5ാമത്തെയും അവസാനത്തെയും T20-യിൽ സഞ്ജുവിനെ ഇന്ത്യക്ക് തിരികെ വിളിക്കേണ്ടി വന്നു. ആ മത്സരത്തിൽ വെറും 14 പന്തിൽ നിന്ന് 27 റൺസ് അടിച്ചുകൂട്ടി സഞ്ജു തന്റെ കളിയിലെ വീര്യം തെളിയിക്കുകയും ചെയ്തു. മഴയെ തുടർന്ന് ഉപേക്ഷിക്കപ്പെട്ട ആദ്യ മത്സരവും അവസാന മത്സരവും മാത്രമാണ് സഞ്ജുവിന് ലഭിച്ചത്. ഇന്ത്യ 0-4 തകർന്നടിഞ്ഞ നിർണായകമായ 3 മത്സരങ്ങളിലും സഞ്ജു പുറത്തിരുന്നു എന്നത് ടീമിന്റെ പരാജയത്തിന്റെ പ്രധാന കാരണങ്ങളിലൊന്നാണ്. ഗൗതം ഗംഭീറും അജിത് അഗാർക്കറും സഞ്ജു സാംസണെ കളിപ്പിക്കുന്ന കാര്യത്തിൽ ഒരേ മനസ്സുള്ളവരായിരുന്നുവെന്ന് വ്യക്തമാകുമ്പോൾ പിന്നെ ആരാണ് മലയാളി താരത്തിന് പിന്നിൽ നിന്ന് പണി കൊടുത്തത് എന്ന ചോദ്യം ശക്തമാവുകയാണ്. ടീം മാനേജ്മെന്റിന്റെയും കോച്ചിന്റെയും ഉറച്ച തീരുമാനം പോലും തിരുത്താൻ കെൽപ്പുള്ള ആ വ്യക്തി തീർച്ചയായും വലിയ സ്വാധീനമുള്ള ഒരാളായിരിക്കണം. ഈ വിവാദങ്ങൾക്കിടയിലാണ് മുൻ ഇന്ത്യൻ സ്പിന്നറും നിലവിൽ സെലക്ഷൻ കമ്മിറ്റിയിലെ നിർണായക ശക്തിയുമായ പ്രാഗ്യൻ ഓജയുടെ പേര് ഇതിലേക്ക് വലിച്ചിഴക്കപ്പെടുന്നത്. ഇംഗ്ലണ്ടുമായുള്ള 2ാം T20 മത്സരത്തിന് മുന്നോടിയായി പ്രാഗ്യൻ ഓജ ഇന്ത്യൻ ടീമിന്റെ നെറ്റ്സ് പരിശീലന വേദിയിൽ നേരിട്ടെത്തിയിരുന്നു. അവിടെ വച്ച് കോച്ച് ഗൗതം ഗംഭീറുമായി ഓജ വളരെ ദീർഘനേരം ഗൗരവമേറിയ ചർച്ചകളിൽ ഏർപ്പെടുന്നതിന്റെ വ്യക്തമായ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. ഈ സന്ദർഭത്തിന് തൊട്ടു പിന്നാലെയാണ് സഞ്ജുവിനെ മാറ്റി വൈഭവിനെ ടീമിൽ ഉൾപ്പെടുത്തിയത് എന്നത് ശ്രദ്ധേയമാണ്. ഇതോടെയാണ് സഞ്ജുവിന്റെ സ്ഥാനം തെറിപ്പിച്ചത് ഓജയുടെ കടുത്ത ഇടപെടലുകൾ മൂലമാകാമെന്ന നിഗമനത്തിലേക്ക് ക്രിക്കറ്റ് വൃത്തങ്ങളും ആരാധകരും എത്തിച്ചേരുന്നത്. സെലക്ഷൻ കമ്മിറ്റിയിലെ ചില അംഗങ്ങൾ തങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ കോച്ചിന്മേൽ അനാവശ്യ സമ്മർദ്ദം ചെലുത്തുന്നുവെന്ന വാർത്തകൾക്ക് ഇതോടെ കൂടുതൽ ബലമേറുകയാണ്.
സഞ്ജു സാംസണോട് തുടർച്ചയായി കാണിക്കുന്ന ഈ അനീതിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ആരാധകർ വൻ പ്രതിഷേധമാണ് ഉയർത്തുന്നത്. ലോകകപ്പ് നേടിത്തന്ന ഒരു കളിക്കാരനോട് വെറും 3 മത്സരങ്ങളിലെ ഫോമില്ലായ്മയുടെ പേരിൽ ഇത്രയും ക്രൂരമായ സമീപനം സ്വീകരിച്ചത് അംഗീകരിക്കാനാവില്ലെന്ന് അവർ വ്യക്തമാക്കുന്നു. ചില പ്രധാന ആരാധക പ്രതികരണങ്ങൾ. ഗൗതം ഗംഭീറിനെ പോലുള്ള ഒരു സ്ട്രോങ് കോച്ചിന്റെ തീരുമാനങ്ങളെ പോലും അട്ടിമറിക്കാൻ BCCIയിലെ ചില ലോബികൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ കറുത്ത ദിനങ്ങളാണ് വ്യക്തമാക്കുന്നത്. പ്രാഗ്യൻ ഓജയെ പോലുള്ളവർ നെറ്റിൽ വന്ന് സംസാരിച്ചതിനു ശേഷം സഞ്ജു പുറത്താക്കപ്പെട്ടത് വെറുമൊരു യാദൃശ്ചികതയല്ല. ഒരു ഭാഗത്ത് ഇഷാൻ കിഷന് പരാജയപ്പെട്ടിട്ടും തുടർച്ചയായ അവസരങ്ങൾ നൽകുന്നു, മറുഭാഗത്ത് സഞ്ജുവിനെ 3 കളിയിൽ വെച്ച് തഴയുന്നു. ഒടുവിൽ പരീക്ഷണങ്ങളെല്ലാം പാളി ഇന്ത്യ 0-4 നാണം കെട്ടപ്പോൾ ആർക്കാണ് സന്തോഷമുണ്ടായത്? സഞ്ജുവിനെ ഒതുക്കാൻ നോക്കിയവർക്ക് കിട്ടിയ കനത്ത തിരിച്ചടിയാണ് ഈ പരമ്പര തോൽവി. ഇന്ത്യൻ ക്രിക്കറ്റിനുള്ളിലെ ഈ ആഭ്യന്തര തർക്കങ്ങളും ബാഹ്യ ഇടപെടലുകളും ടീമിന്റെ പ്രകടനത്തെ ഗുരുതരമായി ബാധിക്കുന്നുവെന്നതിന്റെ തെളിവാണ് UKയിലെ 0-4 ഈ കനത്ത പരാജയം. കോച്ച് ഗൗതം ഗംഭീറിന്റെ അധികാരത്തിന് മേൽ പോലും ജൂനിയർ സെലക്ടർമാരും ബാഹ്യശക്തികളും കൈകടത്താൻ തുടങ്ങിയാൽ അത് ടീം ഇന്ത്യയുടെ ഭാവിയെ ദോഷകരമായി ബാധിക്കും. വരും ദിവസങ്ങളിൽ BCCI ഈ വിഷയത്തിൽ കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്നും സഞ്ജു സാംസൺ പോലെയുള്ള പ്രതിഭകൾക്ക് അർഹമായ നീതി ലഭിക്കുമെന്നും നമുക്ക് പ്രത്യാശിക്കാം. ഇംഗ്ലണ്ടുമായുള്ള T20 പരമ്പരയിൽ സഞ്ജു സാംസണെ പുറത്തെടുത്താൻ പ്രാഗ്യൻ ഓജയെ പോലെയുള്ള ബാഹ്യശക്തികൾ സമ്മർദ്ദം ചെലുത്തിയെന്ന വാർത്തയോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു? കോച്ചിന്റെ പ്ലാനുകളെ പോലും അട്ടിമറിക്കാൻ ഇത്തരം ഗ്രൂപ്പിസമാണോ ഇന്ത്യയുടെ 0-4 തകർച്ചയ്ക്ക് കാരണമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ക്രിക്കറ്റ് ലോകത്തെ ഇതുപോലുള്ള വിശ്വസനീയമായ വാർത്തകൾക്കും കൃത്യമായ സ്പോർട്സ് വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ സ്പോർട്സ് പിച്ച് പേജ് ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യുക.